യേശുവിൻ്റെ പീഡാനുഭവരംഗങ്ങൾ. ആൻ കാതറിൻ എമറിച്ചിന്റെ ദർശനങ്ങൾ. അധ്യായം 18. ഈശോ അന്നാസിന്റെ മുമ്പിൽ. ബന്ധനസ്ഥനായ ഈശോ അന്നാസിന്റെ അരമനയിൽ എത്തിയപ്പോൾ സമയം അർദ്ധരാത്രിയോട് അടുത്തിരുന്നു. അയാളുടെ കാവൽഭടന്മാർ വിശാലമായ ഒരു മുറിയിലേക്ക് ഈശോയെ നയിച്ചു. അവിടെ അന്നാസ് ആലോചനാ സംഘത്തിലെ 28 അംഗങ്ങളുടെ മധ്യേ നഗരവാതിലിന് എതിരായി അല്പം ഉയർന്ന പ്രത്യേകതരം പ്ലാറ്റ്ഫോമിൽ ഇരിക്കുകയായിരുന്നു. പട്ടാളക്കാർ വളരെ മൃഗീയമായി ഈശോയെ ന്യായാസനത്തിന്റെ മുമ്പിലേക്ക് വലിച്ചു കൊണ്ടുവന്നു. പട്ടാളക്കാരെ കൊണ്ടും അന്നാസിന്റെ സേവകരെ കൊണ്ടും നേരത്തെ വിളിച്ചു കൂട്ടിയിരുന്ന ആളുകളെ കൊണ്ടും ആ മുറി നിറഞ്ഞിരുന്നു. കള്ളസാക്ഷികളെ അവർ പിന്നീട് കയ്യഫാസിന്റെ മുറിയുടെ അടുത്തേക്ക് കൊണ്ടുപോയി. ഈശോയെ തന്റെ മുന്നിൽ കണ്ട അന്നാസ് വളരെ സന്തോഷവാനായി. അയാൾ അക്ഷമനായി ഈശോയുടെ വരവ് കാത്തിരിക്കുകയായിരുന്നു. വെറുപ്പുളവാക്കുന്ന അയാളുടെ മുഖത്ത് പൈശാചിക സന്തോഷവും വഞ്ചനയും സൂത്രവും നിറഞ്ഞ ഹൃദയാവസ്ഥ പ്രതിഫലിച്ചു. തെറ്റായ പ്രബോധനങ്ങൾ നടത്തുന്നു എന്നാരോപിക്കപ്പെടുന്നതുവരെ വിചാരണ നടത്തി തീർപ്പ് കൽപ്പിക്കാൻ സ്ഥാപിതമായ ഒരുതരം കച്ചേരിയുടെ അധ്യക്ഷനായിരുന്നു അയാൾ. തെറ്റുകാരെന്ന് വിധിക്കപ്പെടുന്നവരെ പ്രധാന പുരോഹിതന്റെ മുമ്പിൽ ഹാജരാക്കിയിരുന്നു. ഈശോ അന്നാസിന്റെ മുമ്പിൽ നിന്നു. അവിടുന്ന് ക്ഷീണിതനും വിരൂപനുമായി കാണപ്പെട്ടു. ചെളി പുരണ്ട വസ്ത്രത്തോടും വിലങ്ങ് വെച്ച കൈകളോടും കൂടി തലകുനിച്ചു നിന്ന അവിടുന്ന് ഒരക്ഷരം ഉരിയാടിയില്ല. പ്രസാദമില്ലാത്ത മുഖഭാവവും പരുപരുത്ത താടിയുമുള്ള മെലിഞ്ഞ ഒരു വൃദ്ധനായിരുന്നു അന്നാസ്. അഹങ്കാരിയും പരുഷപ്രകൃതിക്കാരനുമായ ഇയാൾ പരിഹാസ്യദോഗമായ മന്ദഹാസത്തോടെ ഇരുന്നു. തന്റെ മുമ്പിൽ ഹാജരാക്കപ്പെട്ടവൻ നസ്രത്തിലെ യേശുവാണെന്ന് കാണുന്നതിൽ ആശ്ചര്യം തോന്നുന്നത് പോലെ അഭിനയിച്ച് അവൻ ചോദിച്ചു, ഇത് സാധ്യമോ? താങ്കൾ നസ്രത്തിലെ യേശു തന്നെയോ? താങ്കളുടെ ശിഷ്യന്മാരും അനുയായികളും എവിടെ? താങ്കളുടെ രാജ്യം എവിടെ? കാര്യങ്ങൾ താങ്കൾ പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ലെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവത്തോടും അവിടുത്തെ പുരോഹിതന്മാരോടും ബഹുമാനമില്ലാതെ സാബത്ത് നിയമങ്ങളെ മാനിക്കാത്ത നിന്റെ പ്രവർത്തനങ്ങൾക്ക് വിരാമം വിടാൻ സമയമായെന്ന് മേലധികാരികൾ തീരുമാനിച്ചു എന്ന് ഞാൻ ഊഹിക്കുന്നു. നിനക്ക് ഇപ്പോൾ എത്ര ശിഷ്യന്മാർ ഉണ്ട്? അവരെല്ലാം എവിടെ പോയി? നീ മിണ്ടുന്നില്ലേ? വഴി പിഴപ്പിക്കുന്നവനെ വായി തുറക്കൂ. വിപ്ലവം ഇറക്കിവിടുന്നവനെ ശബ്ദിക്കൂ. ഉചിതമില്ലാത്ത സമയത്ത് അനുചിതമായ സ്ഥലത്ത് നിയമവിരുദ്ധമായ രീതിയിൽ പെസഹ കുഞ്ഞാടിനെ നീ ഭക്ഷിച്ചില്ലേ? പുതിയ പ്രബോധനങ്ങളൊന്നും കൊണ്ടുവരാൻ നിനക്ക് ആഗ്രഹമില്ലേ? ആരാണ് നിനക്ക് പ്രസംഗിക്കാൻ അധികാരം തന്നത്? നീ എവിടെയാണ് പഠിച്ചത്? പറയൂ, നിന്റെ മതത്തിന്റെ പ്രവണതകൾ എന്തെല്ലാമാണ്? ഈശോ മുഖമുയർത്തി അന്നാസിനെ നോക്കി ഇങ്ങനെ പറഞ്ഞു, ഞാൻ പരസ്യമായിട്ടാണ് ലോകത്തോട് സംസാരിച്ചത്. യഹൂദർ ഒരുമിച്ച് കൂടുന്ന സിനഗോഗിലും ദേവാലയത്തിലുമാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത്. രഹസ്യമായി ഞാൻ ഒന്നും സംസാരിച്ചിട്ടില്ല. എന്തുകൊണ്ടാണ് താങ്കൾ എന്നോട് ചോദിക്കുന്നത്? ഞാൻ സംസാരിച്ചത് കേട്ടവരോട് ചോദിക്കൂ. അവർക്കറിയാം എന്താണ് ഞാൻ പറഞ്ഞതെന്ന്. ഈശോയുടെ ഉത്തരം കേട്ട അന്നാസിന്റെ മുഖം അമർഷവും ക്രോധവും കൊണ്ട് ജ്വലിച്ചു. അടുത്തു നിന്നിരുന്ന വീട്ടുജോലിക്കാരിൽ ഒരാൾ അന്നാസിന്റെ ഈ ഭാവമാറ്റം കണ്ട് അയാളുടെ കൈവശമുണ്ടായിരുന്ന ഇരുമ്പ് തണ്ടുകൊണ്ട് ഈശോയുടെ മുഖത്തടിച്ച് ഉച്ചത്തിൽ പറഞ്ഞു, ഇപ്രകാരമാണ് പ്രധാന പുരോഹിതനോട് നീ മറുപടി പറയുന്നത്? അടിയുടെ ശക്തിയാൽ നിലത്തു വീഴാറായ യേശു മറ്റു കാവൽ ഭടന്മാരുടെ അധിക്ഷേപവും അടിയും കൂടി ഏറ്റപ്പോൾ പാടെ നിലം പതിച്ചു. രക്തം മുഖത്തുനിന്ന് തറയിലേക്ക് ഒഴുകി. അട്ടഹാസവും വേദനിപ്പിക്കുന്ന വാക്കുകളും മുറി മുഴുവൻ മുഴങ്ങിക്കേട്ടു. ഭടന്മാർ ഈശോയെ വീണ്ടും വലിച്ചെഴുന്നേൽപ്പിച്ചു. ഈശോ വളരെ ശാന്തമായി വീണ്ടും ചോദിച്ചു, ഞാൻ തിന്മ സംസാരിച്ചെങ്കിൽ അത് തെളിയിക്കുക. നന്മയാണെങ്കിൽ എന്തിന് എന്നെ നീ അടിക്കുന്നു? ഈശോയുടെ ശാന്തമായ ഭാവം കണ്ടപ്പോൾ അന്നാസ് കൂടുതൽ കോപിഷ്ഠനായി. അയാൾ സാക്ഷികളുടെ നേരെ തിരിഞ്ഞ് കുറ്റാരോപണങ്ങൾ മുന്നോട്ട് വയ്ക്കുവാൻ ആവശ്യപ്പെട്ടു. അവർ സംസാരിക്കാൻ തുടങ്ങി. ഇവൻ സ്വയം രാജാവെന്ന് വിളിച്ചു. ദൈവം തന്റെ പിതാവാണെന്ന് പറഞ്ഞു. ഫരിസേയരെ വിഭജിക്കുന്ന തലമുറ എന്ന് വിളിച്ചു. ജനങ്ങളെ വിപ്ലവത്തിന് പ്രേരിപ്പിച്ചു. സാബത്ത് ദിവസം പിശാചിന്റെ സഹായത്തോടെ രോഗികളെ സുഖപ്പെടുത്തുന്നു. ഓഫേൽ നഗരവാസികൾ
അല്പസമയം മുമ്പ് ഇവര് ചുറ്റും കൂടി രക്ഷകൻ, പ്രവാചകൻ എന്നീ പേരുകളിൽ അഭിസംബോധന ചെയ്തു. ദൈവപുത്രൻ എന്ന് തന്നെ വിളിക്കാൻ ജനങ്ങളെ അവൻ അനുവദിക്കുന്നു. ദൈവത്താൽ അയക്കപ്പെട്ടവനാണെന്ന് ഇവൻ അവകാശപ്പെടുന്നു. ജെറുസലേമിന്റെ നാശം പ്രവചിക്കുന്നു. അവൻ ഉപവസിക്കുകയില്ല. പാപികളോടും വിജാതീയരോടും ചുങ്കക്കാരോടുമൊപ്പം ഭക്ഷിക്കുകയും ദുഷ്പേരുള്ള സ്ത്രീകളുമായി സമ്പർക്കം പുലർത്തുകയും ചെയ്യുന്നു. അല്പസമയം മുമ്പ് ഓഫേൽ കവാടത്തിങ്കൽ വെച്ച് വെള്ളം കുടിക്കാൻ കൊടുത്ത ഒരു മനുഷ്യനോട് താൻ അയാൾക്ക് നിത്യജീവന്റെ ജലം നൽകുമെന്നും അത് കുടിക്കുന്നവന് ഒരിക്കലും ദാഹിക്കുകയില്ലെന്നും പറഞ്ഞു. ഇവൻ ദ്വയാർത്ഥ പ്രയോഗം കൊണ്ട് ജനങ്ങളെ വഴിതെറ്റിക്കുന്നു. ഈ കുറ്റാരോപണങ്ങളെല്ലാം കോലാഹലമായി മാറി. ചില സാക്ഷികൾ ഈശോയുടെ മുമ്പിൽ വന്ന് അവിടുത്തെ അപമാനിച്ച് പരിഹാസസ്വരത്തിൽ സംസാരിച്ചു. നീ എന്താണ് ഉത്തരം പറയാത്തത് എന്ന് ചോദിച്ചുകൊണ്ട് പടയാളികൾ അവിടുത്തെ അടിച്ചു. അന്നാസും അവന്റെ പക്ഷക്കാരും യേശുവിനെ അപമാനിക്കുകയും നിന്ദിക്കുകയും കുറ്റാരോപണത്തിനിടയിൽ ഉച്ചത്തിൽ ഇങ്ങനെ വിളിച്ചു പറയുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇതാണ് നിന്റെ പ്രബോധനമല്ലേ? എന്താണ് ഇതിന് നിന്റെ ഉത്തരം? നിന്റെ കൽപ്പന പുറപ്പെടുവിക്കും മഹാരാജാവേ. ദൈവത്താൽ അയക്കപ്പെട്ടവനെ, നിന്റെ ദൗത്യത്തിന് തെളിവ് തരൂ. അന്നാസ് ഉച്ചസ്വരത്തിൽ തുടർന്നു. നീ ആരാണ്? ആരാൽ അയക്കപ്പെട്ടവനാണ്? ഏതോ ഒരു തച്ചന്റെ മകനല്ലേ? അതോ നീ ഏലിയയാണോ? അഗ്നിരഥത്തിൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട ഏലിയ. അവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നാണ് വിശ്വാസം. ഇഷ്ടമുള്ളപ്പോഴെല്ലാം മറ്റുള്ളവരിൽ നിന്ന് മറഞ്ഞിരിക്കാൻ നിനക്ക് സാധിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഒരു പക്ഷേ നീ മലാക്കി പ്രവാചകനായിരിക്കാം. അദ്ദേഹത്തിന്റെ വാക്കുകൾ നീ പലപ്പോഴും ഉദ്ധരിക്കാറുണ്ടല്ലോ. അദ്ദേഹത്തിന്റെ പിതാവ് ഒരു മാലാഖയായിരുന്നെന്നും അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നും ചിലർ പറയുന്നു. നിന്നെ പോലുള്ള ഒരു വഞ്ചകന് ആളുകളെ വശീകരിക്കാൻ ഈ പ്രവാചകനായി വേഷം കെട്ടുന്നതിനേക്കാൾ പറ്റിയ മാർഗമില്ല. മുഖവുര കൂടാതെയൊന്നും എന്നോട് പറയും. രാജാക്കന്മാരുടെ ഏതു പരമ്പരയിൽപ്പെട്ടവനാണ് നീ? നീ സോളമനേക്കാൾ വലിയവനാണ്. അങ്ങനെ ഭാവിക്കുകയും മറ്റുള്ളവർ അത് വിശ്വസിക്കുമെന്ന് പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ശാന്തനായിരിക്കും. നീ അർഹിക്കുന്ന രാജസ്ഥാനവും ചെങ്കോലും ഞാൻ നിനക്ക് നിഷേധിക്കുകയില്ല. അന്നാസ് ആവശ്യപ്പെട്ടതനുസരിച്ച് ഒരു വാര നീളവും 6 ഇഞ്ച് വീതിയുമുള്ള ഒരു തുകൽ കഷണം കൊണ്ടുവന്നു. അയാൾ അതിൽ വലിയ അക്ഷരത്തിൽ കുറെ വാക്കുകൾ എഴുതി. ഓരോന്നും ഈശോയ്ക്കെതിരായി ഉന്നയിക്കപ്പെട്ട കുറ്റാരോപണങ്ങൾ ആയിരുന്നു. അതിനുശേഷം അത് ചുരുട്ടി ഒരു കുഴലിൽ ഇട്ട് ഞാങ്ങണയുടെ മുകളിൽ വെച്ച് കെട്ടി ഈശോയുടെ നേരെ നീട്ടിക്കൊണ്ട് പരിഹാസപൂർവ്വം പറഞ്ഞു, ഇതാ നിന്റെ രാജ്യത്തിന്റെ ചെങ്കോൽ. ഇതിൽ നിന്റെ പദവികളും നിനക്ക് കിട്ടേണ്ട ബഹുമതികളും നിന്റെ കിരീടാവകാശവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവ പ്രധാന പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുപോകുക. അദ്ദേഹം നിന്റെ രാജകീയ മഹിമ അംഗീകരിച്ച് അറിയിക്കുന്ന വിധത്തിൽ നിന്നോട് പെരുമാറും. അയാൾ കൽപ്പിച്ചു, ഈ രാജാവിന്റെ കൈകൾ കെട്ടി പ്രധാന പുരോഹിതന്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുവിൻ. യേശുവിന്റെ കൈകൾ അവർ വീണ്ടും വിലങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ചുകെട്ടി അന്നാസിന്റെ കുറ്റപത്രം അടങ്ങിയ പരിഹാസ ചെങ്കോൽ കയ്യിൽ പിടിപ്പിച്ച് അവർ ഈശോയെ കയ്യാഫാസിന്റെ വിചാരണ കോടതിയിലേക്ക് കൊണ്ടുപോയി. കൂക്കു വിളിക്കുകയും ചൂളം കുത്തുകയും അടിക്കുകയും ചെയ്തുകൊണ്ട് ജനങ്ങൾ അവിടുത്തെ നിന്ദിച്ചു. അന്നാസിന്റെ വീട്ടിൽ നിന്ന് കയ്യാഫാസിന്റെ വീട്ടിലേക്ക് 300 അടി ദൂരമാണുള്ളത്. റോഡിന്റെ ഇരുവശത്തും ഉയർന്ന മതിലും പിന്നിൽ സാധാരണക്കാരുടെ ഭവനങ്ങളും ദൃശ്യമാണ്. ദണ്ടുകളിൽ സ്ഥാപിച്ച വിളക്കുകളും പന്തങ്ങളും പ്രകാശം പരത്തി. ധാരാളം യഹൂദൻ അങ്ങിങ്ങായി നിന്ന് കോപത്തോടും ആവേശത്തോടും കൂടെ സംസാരിക്കുന്നു. ആ ജനക്കൂട്ടത്തിലൂടെ മുന്നോട്ടു പോകാൻ പട്ടാളക്കാർ ബുദ്ധിമുട്ടി. അന്നാസിന്റെ കോടതിയിൽ ഈശോയെ നിന്ദിച്ചവർ കയ്യാഫാസിന്റെ വീട്ടിലേക്ക് നടക്കുന്ന സമയത്തും അവരുടെ പരിഹാസം തുടർന്നുകൊണ്ടിരുന്നു. ഏറ്റവും മോശമായി ഈശോയോട് പെരുമാറിയവർക്ക് ന്യായാസനത്തിലെ ആയുധധാരികളായ സംരക്ഷകർ കോഴ കൊടുക്കുന്നതും സഹതാപത്തോടെ ഈശോയെ നോക്കിയവരെ വഴിയിൽ നിന്ന് തള്ളി പുറത്താക്കുന്നതും ഞാൻ കണ്ടു. ആദ്യത്തെ കൂട്ടർക്ക് കയ്യാഫാസിന്റെ നീതിന്യായ കോടതിയിൽ പ്രവേശനവും ലഭിച്ചു.